ഇപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റ് ഉടൻ തൊട്ട് രാത്രിയിൽ ഉറങ്ങുന്ന സമയം വരെ ആർക്കൊപ്പമാണ് അല്ലെങ്കിൽ എന്തിനൊപ്പമാണ് സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? മറ്റാർക്കും ഒപ്പമല്ല, മറ്റൊന്നിനും ഒപ്പമല്ല. നമ്മൾ രാവിലെ അലാറം വെച്ച് എഴുന്നേൽക്കുന്നത് മുതൽ രാത്രിയിൽ ഉറങ്ങുന്നത് വരെയുള്ള സമയം നമ്മൾ നമ്മളുടെ ഫോണിനൊപ്പം തന്നെയാണ് ചിലവഴിക്കുന്നത്. ഇപ്പോൾ പറയുക കൂടെ വേണ്ട, ഓൺലൈൻ ക്ലാസ് വന്ന ശേഷം ചെറിയ കുട്ടികൾ പോലും ഫോണിനൊപ്പമാണ് അവരുടെ ഭൂരിഭാഗം സമയവും ചിലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തന്നെ അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് എങ്ങനെ നമ്മളുടെ ഫോൺ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഫോണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നോക്കുന്നത് നമ്മളുടെ ഫോണിലേക്കാണ്. നമ്മുടെ ഫോണ് രണ്ട് രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ വേഗത്തിലും വളരെ എളുപ്പത്തിലും അട്രാക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹത്തെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ, മനോഹരമായ നിങ്ങൾക്ക് ഗുഡ് ഫീലിംഗ് തരുന്ന, അത് കാണുമ്പോൾ സന്തോഷം തരുന്ന ചിത്രങ്ങൾ നിങ്ങളുടെ ഫോണിലെ വാൾപേപ്പറായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുക, സ്ക്രീൻ സേവറായിട്ട് സെറ്റ് ചെയ്യുക. അന്നേരം നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഫോണ് എടുത്ത് നോക്കുമ്പം ആദ്യം തന്നെ കാണുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന, നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യമാണ്. അപ്പം അത് നിങ്ങൾ ഫോൺ എടുത്ത് നോക്കുമ്പം ആ സമയത്ത് മനസ്സിൽ പറയുക, ഞാൻ ആഗ്രഹിച്ച ഈ കാര്യം എനിക്ക് ലഭിച്ചതിന് നന്ദി നന്ദി നന്ദി, അങ്ങനെ പറയുക. പിന്നെ നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങളുടെ ഫോണിൽ നോക്കുമ്പോഴും അത് കാണുമ്പോഴും നിങ്ങൾ മനസ്സിൽ ഇതുപോലെ പറയുക. ഇനി രണ്ടാമത്തെ രീതി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണ് അൺലോക്ക് ചെയ്യാനുള്ള പാസ്വേഡ് ആയിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അഫർമേഷൻ അല്ലെങ്കിൽ സ്വിച്ച് വേർഡ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഓരോ സമയത്തും ഫോൺ അൺലോക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ ആ പാസ്വേഡായിട്ട് നിങ്ങളുടെ അഫർമേഷൻ, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന പ്രസന്റ് ടെൻസിലുള്ള ഒരു ചെറിയ വാചകമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ അങ്ങനെ ആ പാസ്വേഡ് നിങ്ങൾ നിങ്ങളുടെ ഫേവറേറ്റ് അഫർമേഷൻ കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഓരോ പ്രാവശ്യം ഫോൺ അൺലോക്ക് ചെയ്യാൻ നേരവും നിങ്ങൾ ആ അഫർമേഷൻ അവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ആ അഫർമേഷൻ നിങ്ങൾ പറയുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വിച്ച് വേർഡ് നിങ്ങൾ അതിന്റെ പാസ്വേഡ് ആയിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ഓരോ പ്രാവശ്യവും നിങ്ങളുടെ ഫോണ് അൺലോക്ക് ചെയ്യാൻ നേരം ആ സ്വിച്ച് വേർഡ് അവിടെ ടൈപ്പ് ചെയ്യുന്നു. അപ്പൊ അത്രയും കൂടുതൽ നിങ്ങൾ അഫർമേഷനും ഗ്രാറ്റിറ്റ്യൂഡും സ്വിച്ച് വേർഡും എല്ലാം നിങ്ങൾക്ക് പാസ്വേഡ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നിങ്ങളുടെ ഫോണ് ഇതുപോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.